കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിൽ വന്നുചേർന്ന എല്ലാവർക്കും വന്ദനം. ഈ രാത്രിയിൽ തുടർന്ന് നമ്മുടെ സമയത്തിൻ്റെ പരിമിതി നിമിത്തം പെട്ടെന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കുകയും അല്പനിമിഷങ്ങൾ ആ വേദഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ വേഴ്സ് 11. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടും ഭക്തിയോടും പ്രപഞ്ചമോഹവും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരും സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് അനുഗ്രഹം നമുക്ക് വേണ്ടി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതുന്ന ലേഖനത്തിൽ നിന്നും ആ ദൈവസഭയ്ക്ക് എഴുതിയത് എല്ലാ കാലത്തുമുള്ള എല്ലാ സഭകളോടുമുള്ള ദൈവികമാകുന്ന ദൂതായതുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ പേജുകളിൽ ഈ ലേഖനം ദൈവസഭയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തത തീത്തോസിൻ്റെ ലേഖനത്തിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, പൗലോസിൻ്റെ ബാക്കിയുള്ള ലേഖനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആദ്യം ഉപദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉപദേശം പ്രസ്താവിക്കും. ആ ഉപദേശം പ്രസ്താവിച്ച ശേഷം therefore ആകയാൽ എന്ന് പറഞ്ഞ് ആ പ്രസ്താവിച്ച ഉപദേശത്തെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡൗൺ ടു എർത്ത് ആപ്ലിക്കേഷൻ, പ്രായോഗിക ജീവിതത്തിൽ ദൈവിക ഉപദേശങ്ങളുടെ പ്രസക്തിയും അത് എപ്രകാരം നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായിട്ട് ചേർന്നു പോകേണ്ടതിനായിട്ട് അത് നമ്മളെ ചലഞ്ച് ചെയ്യുന്നു. ആ ഒരു പാറ്റേണാണ് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ മിക്കവാറും കാണുന്നത്. എന്നാൽ ഈ തീത്തോസിൻ്റെ ലേഖനം നമ്മൾ ശ്രദ്ധിച്ചാൽ പൗലോസ് റൈറ്റ് അവേ തന്നെ ആ പ്രായോഗികമാകുന്ന ഉപദേശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ ആ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഉപദേശം താൻ പറയുന്നുണ്ട്. ആ ഒരു പാറ്റേണാണ് നമ്മളിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വിശേഷിച്ച് 1-ാമത്തെ അധ്യായത്തിൽ ഡോക്ട്രിൻ ആൻഡ് ഡ്യൂട്ടി റിഗാർഡിംഗ് ദ ചർച്ച്, ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള ആ ഉപദേശവും ആ ഉപദേശത്തോടുള്ളതാകുന്ന ശുശ്രൂഷകന്മാരുടെയും ദൈവമക്കളുടെ എല്ലാവരുടെയും അതിനോടുള്ള റെസ്പോൺസ് എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ കാണുന്നു. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ഹോം ലൈഫ്, ഒരു സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ലോകത്തോടുള്ള ബന്ധത്തിലാണ്. വാഴ്ചകൾ അധികാരങ്ങൾക്കും കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞേച്ചാണ് ആ പറയുന്നതിൻ്റെ ആ പ്രായോഗികമാകുന്ന ഉപദേശങ്ങളുടെ പ്രായോഗിക നിർദ്ദേശങ്ങളുടെ ഡോക്ട്രൈനൽ ബേസിസ് എന്താണ് എന്ന് പൗലോസ് പറയുന്നത്. ഇതാണ് മറ്റ് ലേഖനങ്ങളുമായിട്ട് തീത്തോസിൻ്റെ ലേഖനത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചതാകുന്ന ഈ വേദഭാഗത്ത് 2 പ്രധാനപ്പെട്ട പ്രത്യക്ഷതകളെക്കുറിച്ച്, അപ്പിയറിങ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട അപ്പിയറിങ്സ്. അത് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വിശേഷിച്ച് നമ്മൾ
ഇംഗ്ലീഷ് ബൈബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരംഭിക്കുന്നത് 11-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ ഫോർ എന്ന് പറഞ്ഞ, എന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന അനേക പ്രായോഗിക നിർദ്ദേശങ്ങൾ നമ്മൾ അവിടെ വായിക്കുന്നു. മുകളിൽ ഒത്തിരി പ്രായോഗിക നിർദ്ദേശങ്ങൾ നമ്മൾ കാണുന്നു. തീത്തോസിനോട് പറഞ്ഞാ തുടങ്ങുന്നത്, പഥ്യോപദേശത്തിന് ചേരുന്നതേ നീ പ്രസ്താവിക്കാവൂ. അടുത്തത് 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വൃദ്ധന്മാർ നിർമ്മതരും ഗൗരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യവനക്കാരത്തികളെ എന്ന് പറഞ്ഞ് യങ് ലേഡീസിനെ കുറിച്ച് പറയുന്നു. അങ്ങ് പറഞ്ഞ ശേഷം യങ് മെൻ 6-ാമത്തെ വാക്യത്തിൽ അവരെ കുറിച്ച് പറയുന്നു. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയായി കാണിക്കാം. 8-ാമത്തെ വാക്യം, ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പഥ്യവചനവും ഉള്ളവൻ ആയിരിക്കാം. ദാസന്മാർ, എംപ്ലോയി ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നു. എന്നിട്ട് അവർ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, വഞ്ചിച്ചെടുക്കരുതെന്നും സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ നീ കൽപ്പിക്കണം. ഫോർ, എന്തുകൊണ്ടെന്നാൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ അത്രയും പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നതിന് കാരണം 2 അപ്പിയറിങ്സിനെ കുറിച്ച്, 2 പ്രത്യക്ഷതകളെ കുറിച്ച്. ഒന്ന്, രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇനിയും മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 12-ാം വാക്യത്തിൽ, മലയാളത്തിൽ 12, എന്നാൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ 13-ാം വാക്യമാണ്. 12-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അപ്പോൾ 2 പ്രധാനപ്പെട്ട പ്രത്യക്ഷതയെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. ദ അപ്പിയറൻസ് ഓഫ് ദ സേവിങ് ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇനിയും ഭാവിയിൽ ദ അപ്പിയറൻസ് ഓഫ് ദ ഗ്ലോറി ഓർ ദ ഗ്ലോറിയസ് അപ്പിയറിംഗ്. നോക്കുക, തേജസ്സിൻ്റെ പ്രത്യക്ഷത. അപ്പോൾ ഈ 2 പ്രത്യക്ഷതകൾക്ക് ഇടയിലുള്ള ഒന്നാണ് ക്രിസ്തീയ ജീവിതം. ഒന്ന്, ദ സേവിങ് appearance of our Lord Jesus Christ. Gracious appearance, the grace of our Lord that has dawned, അത് ഉദിച്ചുവല്ലോ. അടുത്തത്, ഭാഗ്യകരമാകുന്ന പ്രത്യാശയെന്ന് വിശേഷിപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ
രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ യേശു കർത്താവിൻ്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ജീവിക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. അതാ ക്രിസ്തീയ ജീവിതം. We always look forward to the glorious appearing of our Lord Jesus Christ. At the same time, we look back to the gracious revelation appearing of our Lord Jesus Christ. പുറകോട്ട് നോക്കി ആ ദൈവകൃപ ഉദിച്ചതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. മുൻപോട്ട് നോക്കിക്കൊണ്ട് ആ തേജസ്സിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് ഉള്ള കാഴ്ച നാം കാണുകയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രസന്റ് ലൈഫിനെ, ഈ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. നോക്കണം, ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവിൻ്റെ ആ 11-ാമത്തെ വാക്യത്തിൽ രക്ഷാകരമായ ദൈവകൃപ. മറ്റൊന്ന്, അത് ഉദിച്ചു. ഇനിയും മുൻപോട്ട് നോക്കിയിട്ട് എന്താണ്? തേജസ്സിന്റെ പ്രത്യക്ഷത. ഈ രണ്ട് കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ അത് നമ്മളെ ചലഞ്ച് ചെയ്യുന്നത്, നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താ? ആ കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. കർത്താവിൻ്റെ ഈ വരവിനെ കുറിച്ച്, അല്ലെങ്കിൽ രണ്ട് വരവിനെ കുറിച്ച്, ദ ഫസ്റ്റ് അപ്പിയറിംഗ്, ആദ്യത്തെ വരവ്, അതിനെക്കുറിച്ചും വരുവാനുള്ള ആ മടങ്ങി വരവിനെ കുറിച്ചും ഇതേ ആശയമാണ് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ വായിക്കുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 78, 79 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 78, 79. നോക്കുക, ഉയരത്തിൽ ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന അതേ പദമാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്കും എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, പല പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അവിടെ എംപ്ലോയി ഉണ്ട്, എംപ്ലോയേഴ്സ് ഉണ്ട്, അടിമ, യജമാനൻ. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പല നിലകളിലുള്ളവരുണ്ട്, ദാസനുണ്ട്, സ്വതന്ത്രനുണ്ട്. എല്ലാ കാറ്റഗറിയിലുമുള്ളവർക്ക് വേണ്ടി രക്ഷ നൽകുന്ന രക്ഷാകരമായ ദൈവകൃപ. എല്ലാ കാറ്റഗറിയിലുമുള്ള സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അതിനെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. അതുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ആ 1-ാമത്തെ ഈ ഭൂമിയിലുള്ള അവിടുത്തെ വെളിപ്പാടിനെ കുറിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വചനം ജഡമായി. പിന്നെ എങ്ങനെയാ? കൃപയും
സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷത, ഈ ഭൂമിയിലേക്കുള്ള വെളിപ്പാട്, അതിനെക്കുറിച്ച് യോഹന്നാൻ പറയുകയാണ്, കൃപയും സത്യവും, ഗ്രേഷ്യസ്നെസ് ഓഫ് അവർ ലോർഡ്. നിശ്ചയമായിട്ടും ദൈവത്തെ സർവ കൃപാലുവായ ദൈവമെന്നാണ് വിളിച്ചിരിക്കുന്നത്. എങ്കിലും ആ സർവ കൃപാലുവാകുന്ന ദൈവത്തിൻ്റെ കൃപയുടെ എംബോഡിമെന്റ് ശരീരത്തിലുള്ള വെളിപ്പാടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ്. അത് നമ്മെ രക്ഷിക്കുവാനായിട്ടാണ് വന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൃപ നമുക്ക് വേണ്ടി ഉദിച്ചു. ദ സേവിങ് ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആ സേവിങ് ഗ്രേസ് നമുക്ക് വേണ്ടി ഉദിച്ചപ്പോൾ ആ ഗ്രേസ് നമ്മെ രക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഗ്രേസ് not only saves us, grace also teaches us and disciplines us. കൃപയുടെ സവിശേഷത, ദൈവകൃപ നമ്മെ രക്ഷിക്കുന്നെന്ന് മാത്രമല്ല, അതേ ദൈവകൃപ നമ്മെ എന്ത് ചെയ്യുന്നു? അഭ്യസിപ്പിക്കുന്നു, നമ്മളെ ട്രെയിൻ ചെയ്യുന്നു. നമ്മെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. So, if a person is truly saved by the grace of God, ഒരു മനുഷ്യൻ ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ കേൾക്കണം, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം എണ്ണീറ്റ് നിന്ന് ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നു എന്ന്, അത് വേണം, നിങ്ങൾ വാഗൊണ്ടേറ്റ് പറയണം. അതല്ല രക്ഷിക്കപ്പെടൽ. പിന്നെ എന്താ രക്ഷിക്കപ്പെടൽ? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ പാപികളും ദൈവത്തിൻ്റെ കോപത്തിന് മാത്രം യോഗ്യതയുമുള്ളവരാകുന്ന നമ്മളെല്ലാവരും നമ്മെ ആ ദൈവ കോപത്തിൻ്റെ ആ വലിയ ശിക്ഷയിൽ നിന്ന് കൃപ തോന്നി ദൈവം വിടുവിക്കുന്നതിന്റെ പേരാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. You will know that you are a saved person deep inside when you are born again by the Holy Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ we will know that. We will know that. നമുക്കറിയാം. ഇനിയും നമ്മെ കൃപയാൽ രക്ഷിച്ച ആ ദൈവകൃപ, രക്ഷിച്ച ശേഷം നമ്മെ നമ്മുടെ വഴിക്ക് വിടുകയല്ല. മനസ്സിലാക്കണം, ദൈവത്തിന്റെ കൃപ നമ്മെ രക്ഷിച്ചിട്ട്, എന്നെ രക്ഷിച്ചിട്ട് എന്നെ എൻ്റെ വഴിക്ക് വിടുകയല്ല. I am enrolled in the school of grace. മനസ്സിലാക്കണം, ആ സ്കൂൾ ഓഫ് ഗ്രേസ്, ഇതൊരു സ്കൂൾ ഓഫ് ഗ്രേസ് ആണ്. എന്ത്? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കൂൾ ഓഫ് ഗ്രേസ്. കൃപയുടെ പാഠശാലയാണ്. ആ കൃപയുടെ പാഠശാലയിൽ കൃപ നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു. The grace of God disciplines us. ഒന്ന്, നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു. മറ്റൊന്ന്, grace of God enables you and me. നമ്മെ enable ചെയ്യുക. What does the grace of God do? It enables me. It empowers
empowers me by the power of the Holy Spirit to say no. Not to what? Not to what? Just look at your Bibles. വായിച്ചേ, ആ വേദപുസ്തകം നോക്കിക്കേ. What does the grace of God teach you and me? What does the grace of God teach every born again child of God who is enrolled in the school of grace? What does it teach? Read it for me, please. Okay. Verse 12. Okay. Okay. Somebody has another words and it teaches us to say no. ആ വാക്ക് ഉള്ളതുണ്ടോ? It teaches us to say no. Oh, yes. It teaches us to say no. Number 1, to ungodliness. നോക്കണം, എന്തോ പറയുന്നേ ഇത്. It teaches me to renounce my old way of life. Grace teaches me to say no. No to what? No. That old, that thing is indwelling sin. അത് നമ്മിലുണ്ട്. അത് നമ്മെ അല്യൂർ ചെയ്യുമ്പോൾ, നമ്മെ ആകർഷിക്കുമ്പോൾ ഗ്രേസ് ഓഫ് ഗോഡ് എന്തോ പറയും? Tell that no. My children, do you listen? Do you listen to that still small voice of the grace of God deep inside your heart telling you, my son, say no. Amen. Say no. Amen. Not to ungodliness. Every form of ungodliness. Say no. Say no. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ചിന്തയിലും നോക്കുക, പഥ്യോപദേശത്തിന് യോഗ്യമല്ലാത്ത ഏതിനോടും ഡീപ്പ് ഇൻസൈഡ് ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയും. സേ നോ. സേ നോ. We need to listen to that. We need to listen. We need to obey. മനസ്സിലാക്കണം, നമ്മളൊരു ക്ലാസ്സിൽ എൻറോൾ ചെയ്താൽ ആ ക്ലാസ്സിൽ പാസ്സാകുന്നത് എങ്ങനെയാണെന്നറിയാം? ടീച്ചർ പറയുന്നത് ഒബേ ചെയ്യുന്നവനെ പാസ്സാകത്തുള്ളൂ. ടീച്ചർ പറയുന്നതിനെ ഡിസൊബേ ചെയ്യുന്ന ആരും പാസ്സാകില്ല. ആകുമോ? നോ. അതുപോലെ തന്നെയാ ക്രിസ്തീയ ജീവിതം. The grace of God tells me to say no, not to ungodliness. No to ungodliness. Everything, എല്ലാം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കവരുന്നത് ഈ ഡിവൈസ് ആണെങ്കിൽ ദൈവാത്മാവ് എന്നെ പറയുന്നറിയാമോ? സേ നോ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കവരുന്നത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ ദൈവാത്മാവിനോട് പറയും സേ നോ. ഞാനത് കേൾക്കുമ്പോൾ, ഞാനത് അനുസരിച്ചാൽ അടുത്ത ദിവസം ഐ നോ വിത്തിൻ മൈ ഹാർട്ട്, എനിക്കറിയാം ഞാൻ അറിയാത്ത ഒരു ശക്തി എന്നിലുണ്ട്. സേ നോ എന്ന് പറയും. Praise the Lord. Say no to ungodliness and worldly passions. Grace enables me. നോക്കുക, എന്നിട്ട് അത് ആ പ്രപഞ്ച മോഹങ്ങളും സെൽഫ് സെൻറ്റേഡ്നെസ്സും ലോകത്തിൻ്റെ ഡീവിയസ്
വേയ്സും എല്ലാത്തിനോടും നോ കുഞ്ഞെ അതല്ല വഴി എന്നോട് പറയും. ഞാൻ എന്ത് ചെയ്യും? എന്നെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാ ക്രിസ്തീയ ജീവിതം. ബിക്കോസ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. ഹല്ലേലൂയ. ദൈവകൃപ ഒരിക്കൽ ഉദിച്ചു. ഇനിയും ദൈവത്തിന്റെ തേജസ് ഉദിക്കാൻ പോകാം. ഹല്ലേലൂയ. ആ തേജസ് ഉദിക്കാൻ പോകുന്നത് കൊണ്ട് ഒരേ സമയം മുമ്പോട്ടും പുറകോട്ടും നോക്കിയിട്ട് ഐ ലിവ് ഇൻ ദ പ്രസന്റ്. ഇത് സം കൈൻഡ് ഓഫ് പൈ ഇൻ ദ സ്കൈ ടൈപ്പ് ഓഫ് തിങ് അല്ല ക്രിസ്തീയ ജീവിതം. അങ്ങോ ഏതാണ്ട് ഒരു സംഭവം വരാനുണ്ട്, അതെന്നേലും വരുന്നെങ്കിൽ വരട്ടെ. അതല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ഒരിക്കൽ ഉദിച്ചു. ആ കൃപ എന്നെയും തേടി വന്നു. എന്നെയും ദൈവ പൈതലാക്കിയത് കൊണ്ട് ഇനിയും കൃപ, രക്ഷാകരമാകുന്ന ദൈവകൃപ ഉദിച്ചെങ്കിൽ ആ തേജസ്സിന്റെ പ്രത്യക്ഷത നിശ്ചയമായിട്ടുണ്ടാകുന്നത് കൊണ്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ, ദൈവഭക്തിയോടെ, ദൈവപ്രസാദകരമായി ജീവിപ്പാൻ ദൈവകൃപ എന്നെ ടീച്ച് ചെയ്യുക. നമ്മൾ അതിനു വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒന്ന് തയ്യാറാവും. ദൈവം അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓൾ ഓഫ് us, ദൈവസഭയെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച്, എവ്രി പേഴ്സൺ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഈ രാത്രി സമയം നമ്മെ തന്നെ അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ആ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയത്. മനസ്സിലാകുന്നുണ്ടോ? 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് വരും. കാരണം നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പ്ലാൻ. അതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള താല്പര്യം. അതിനായി ദൈവപാദപീഠത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.